ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. നിഫ്റ്റി 24,471 112 പോയിന്റ്സ് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ നിഫ്റ്റിയും സെൻസെക്സും ബാങ്ക് നിഫ്റ്റിയും എല്ലാം ഇടിഞ്ഞപ്പോൾ പ്രതീക്ഷ നൽകിയത് സ്മോൾ ക്യാപ്പ് ആയിരുന്നു. പോസിറ്റീവിലാണ് സ്മോൾ ക്യാപ്പ് ക്ലോസ് ചെയ്യുന്നത്. മിഡ് ക്യാപ്പ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും ക്ലോസ് ചെയ്തു. നിഫ്റ്റിയുടെ ഈ 2 ദിവസത്തെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ തിങ്കളാഴ്ച ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്യുന്നത്. അതിനുശേഷം ഇന്നലെ 0.5% ഇടിവാണ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓയിൽ പ്രൈസുകൾ $90 മാർക്കിലേക്ക് വീണ്ടും തിരികെ എത്തുകയാണ്. ഇറാൻ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ US അംഗീകരിക്കാതെ ഹോർമുസ് കടലിടുക്ക് തുറക്കില്ല എന്ന് ഇറാന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയതിനെ തുടർന്നാണ് ചൊവ്വാഴ്ച എണ്ണവില ഏകദേശം 1.25% മുകളിൽ ഉയർന്നത്. ഓയിൽ പ്രൈസുകൾ ഈ ആഴ്ച, അതായത് ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾ കൊണ്ട് മാത്രം ഏകദേശം 6% മുകളിലുള്ള ഒരു നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് യുദ്ധത്തിൻ്റെതായിട്ടുള്ള ടെൻഷനുകൾ വർദ്ധിക്കുന്നുണ്ട്. ഇത് നിഫ്റ്റിയിലും എത്തരത്തിലാണ് ബാധിക്കുക എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയി തന്നെ ഒന്ന് നോക്കേണ്ടതുണ്ട്. അതിലേക്ക് തന്നെ ആദ്യം വരാം. ഇപ്പോഴത്തെ ഈ യുദ്ധ സാഹചര്യങ്ങൾ നിഫ്റ്റിയുടെ ചാർട്ട് വെച്ച് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഡൗൺ സൈഡിലുള്ള ഈ ഒരു ലോങ് സപ്പോർട്ട് ട്രെൻഡ് ലൈൻ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. 2026 ജനുവരി മാസത്തിലും കൂടാതെ 2026 തന്നെ ഫെബ്രുവരി മാസത്തിൽ 2 തവണയും ഇതേ പോയിന്റിൽ ടച്ച് ചെയ്തതിന് ശേഷം ഒരു റിവേഴ്സൽ ഉണ്ടായിട്ടുള്ള പോയിന്റാണ്. ഇപ്പോഴിതാ ഇവിടെ നിന്നും നല്ലൊരു ബ്രേക്ക് ഔട്ട് ലഭിച്ചെങ്കിലും അത് സസ്റ്റെയിൻ ചെയ്യാൻ നിഫ്റ്റിക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് പറയേണ്ടത്. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒന്ന് കോഷ്യസ് ആയിരിക്കേണ്ടതുണ്ട്. കൂടാതെ തൊട്ട് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സോണും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ 2 കണ്ടീഷൻസും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു സോണും സപ്പോർട്ട് ട്രെൻഡ് ലൈനും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു നല്ല ഫോൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് നിഫ്റ്റിയിൽ. ഓയിൽ പ്രൈസുകൾ വലിയ തോതിൽ തന്നെ കുതിച്ചു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ എത്തരത്തിലാണ് നിഫ്റ്റിയുടെ ടെക്നിക്കൽസ് എന്ന് നമ്മൾ നോക്കിയെന്ന് മാത്രം. ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം ഇന്ത്യയുടെ CPI ഇൻഫ്ലേഷൻ ഡാറ്റ ഇന്ന് പുറത്തു വരാനിരിക്കുകയാണ്. ഇന്നലെയാണ് ജൂലൈ മാസത്തെ മ്യൂച്വൽ ഫണ്ട് ഡാറ്റ പുറത്തു വന്നിരിക്കുന്നത്. കൂടാതെ ഫിച്ച് റേറ്റിംഗ് ഏജൻസി ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞ വളരെ പ്രസക്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പറയാനുണ്ട്. ഇന്നലെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകൾ നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ കോസ്പി മാർക്കറ്റ് 3% അടുത്തുള്ള ഒരു നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 24,530 എന്ന നിലയിലാണ്. അതായത് ഒരു 10 പോയിൻറ്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് ഇന്ന് നമുക്ക് സാധ്യത കാണുന്നത്. ആദ്യം തന്നെ പറയാനുള്ളത് ജൂലൈ മാസത്തെ മ്യൂച്വൽ ഫണ്ടുകളിലേക്കുള്ള ഇൻഫ്ലോയെ സംബന്ധിച്ചാണ്. ജൂലൈയിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലേക്കുള്ള നെറ്റ് നിക്ഷേപം 15% കുറഞ്ഞ് 24,697 കോടി രൂപയായി. അതേസമയം ലാർജ് ക്യാപ്പ് ഫണ്ടുകളിലേക്ക് 2023 ഡിസംബറിന് ശേഷം ആദ്യമായി പണം പിൻവലിക്കൽ രേഖപ്പെടുത്തുകയുണ്ടായി. പക്ഷേ സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിലേക്കുള്ള നിക്ഷേപത്തിൽ 39% വർധനമാണ് വന്നിരിക്കുന്നത്. സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് വിഭാഗങ്ങൾ തുടർച്ചയായിട്ടുള്ള 2ാമത്തെ മാസവും 5,000 കോടി രൂപയ്ക്ക് മുകളിൽ നിക്ഷേപം നേടി. മിഡ് ക്യാപ്പ് ഫണ്ടുകളിലേക്കുള്ള നിക്ഷേപം ജൂലൈ മാസത്തിൽ 2% വർദ്ധിച്ചു. ലാർജ് ക്യാപ്പ് ഫണ്ടുകളിലേക്ക് 1,322 കോടി രൂപയുടെ ഔട്ട്ഫ്ലോ ആണ് ജൂലൈ മാസത്തിൽ രേഖപ്പെടുത്തിയത്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിലേക്ക് വരാം. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് നിക്ഷേപകർ കൂടുതൽ ജാഗ്രത പുലർത്തുകയാണ്. അതേസമയം വിപണി തിരിച്ചു വരുമ്പോൾ ഒരു ഡിപ്സിൽ ബൈ ചെയ്യുന്ന ഒരു പ്രവണത ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അത്തരത്തിൽ ലാർജ് ക്യാപ്പ് ഫണ്ടുകൾ ഡിപ്പിൽ ബൈ ചെയ്യുന്നതാണ് കൂടുതലായിട്ട് കുറഞ്ഞിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇതുകൂടാതെ കൂടുതലായിട്ടുള്ള ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള ഹൈ ബേറ്റ വിഭാഗത്തിലുള്ള സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് ഫണ്ടുകളിലേക്ക് നിക്ഷേപം വഴിമാറുന്നു എന്നത് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ലാർജ് ക്യാപ്പ് ഫണ്ടുകളിൽ നിന്നും ഔട്ട്ഫ്ലോ ഉണ്ടാകുന്നുണ്ടെങ്കിലും മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് കൂടാതെ SIP ഇവയെല്ലാം പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. ലാർജ് ക്യാപ്പ് ഫണ്ടുകളെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മറ്റുള്ളവയെല്ലാം ഈ മ്യൂച്വൽ ഫണ്ട് ഡാറ്റ ഈ ജൂലൈ മാസത്തിൽ പുറത്തു വന്നത് പോസിറ്റീവായിട്ട് തന്നെ കാണാൻ കഴിയുന്നതാണ്. മറ്റൊരു പോസിറ്റീവായിട്ടുള്ള വാർത്ത കൂടി പറയാനുള്ളത്, ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള ഫിച്ച് ഇന്ത്യയുടെ റേറ്റിംഗ് നിലനിർത്തുകയുണ്ടായി. BBB- ആയിട്ട് തന്നെയാണ് റേറ്റിംഗ് നിലനിർത്തിയിരിക്കുന്നത്. ഫിച്ച് ഇന്ത്യയുടെ BBB- ഓവറിംഗ് റേറ്റിംഗ് നിലനിർത്തി. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ഫിനാൻഷ്യൽ ഇയർ 2027
6.4% ആയിരിക്കുമെന്നാണ് ഫിച്ച് പ്രവചിക്കുന്നത്. മാക്രോ എക്കണോമിക് സ്റ്റെബിലിറ്റിയും മെച്ചപ്പെട്ട പോളിസി ക്രെഡിബിലിറ്റിയും ഇന്ത്യയുടെ വളർച്ചയ്ക്ക് പിന്തുണ നൽകുമെന്ന് ഫിച്ച് വിലയിരുത്തുന്നു. ഇന്ത്യക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട റിസ്കുകളായിട്ട് ഇവിടെ പറയുന്നത് യുവാക്കളുടെ തൊഴിലില്ലായ്മ, ഉയർന്ന സർക്കാർ കടം, US ഇറാൻ സംഘർഷം എന്നിവയൊക്കെ റിസ്കുകളായിട്ട് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഫിനാൻഷ്യൽ ഇയർ 2026 ഗവൺമെൻറ് ഡെപ്റ്റ് GDPയുടെ 84.4% കണക്കാക്കുന്നു. BBB രാജ്യങ്ങളുടെ മീഡിയൻ ആയ 57നേക്കാൾ വളരെ കൂടുതലാണിത്. എന്നാൽ നോമിനൽ GDP വളർച്ച ശരാശരി 10.5% തുടർന്നാൽ സർക്കാർ കടം ഫിനാൻഷ്യൽ ഇയർ 2031 ഏകദേശം 79% കുറയും എന്നും ഫിച്ച് പ്രതീക്ഷിക്കുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് വരാം. ഇൻഫ്ലേഷൻ നിലവിൽ നിയന്ത്രണത്തിലാണെങ്കിലും എണ്ണവിലയുടെ ഷോക്ക് മൂലമുണ്ടായിട്ടുള്ള സെക്കൻഡ് റൗണ്ട് എഫക്ട്സ്, ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു, അത് RBI ഏറെക്കുറെ ടാക്കിൾ ചെയ്തു. പക്ഷേ സെക്കൻഡ് റൗണ്ട് എഫക്ട്സ് വന്നതിന് ശേഷം RBI ഈ വർഷം തന്നെ 25 ബേസിസ് പോയിൻറ്റ്സിൻ്റെ റേറ്റ് ഹൈക്ക് നടത്തുമെന്ന് ഫിച്ച് പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ പറയുമ്പോഴും റിസ്കുകൾ ധാരാളം ഉള്ളതായിട്ട് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇനി ഇന്നത്തെ കീ ഇവൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്ലോബലി ഉള്ളത് നോക്കുകയാണെങ്കിൽ US നിന്നും ഇൻഫ്ലേഷൻ ഡാറ്റ ഇന്ന് പുറത്തു വരുന്നുണ്ട്. കോർ CPI മന്ത് ഓൺ മന്ത് ഡാറ്റയും US നിന്ന് പുറത്തു വരുന്നു. ഇൻ്റർനാഷണൽ എനർജി ഏജൻസിയുടെ ഓഗസ്റ്റ് മന്ത്ലി ഓയിൽ മാർക്കറ്റ് റിപ്പോർട്ട് ഇന്നാണ് പുറത്തു വരുന്നത്. ജൂലൈ ഇൻഫ്ലേഷൻ ഡാറ്റയും ഇന്നാണ് ഇന്ത്യയിൽ നിന്ന് പുറത്തു വരുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഇവൻറ്റ്സ് ആയിട്ട് പറയാനുള്ളത്. അടുത്തതായി ഗോൾഡ് പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഗോൾഡ് പ്രൈസ് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്ക് ഇന്നലെ ടച്ച് ചെയ്തിരുന്നു. പവന് 1,13,760 എന്ന മാർക്കാണ് ഇന്നലെ ടച്ച് ചെയ്തത്. ക്രിപ്റ്റോ കറൻസിയിൽ ബിറ്റ്കോയിൻ $63,000 ട്രേഡ് ചെയ്യുന്നു. അടുത്തതായി ഇന്ന് പുറത്തു വന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകളിലേക്കാണ്. ആദ്യം JSW ഡ്യൂലക്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് Q1 ഫിനാൻഷ്യൽ ഇയർ 2027 കമ്പനിയുടെ അറ്റാദായം 12.42% കുറഞ്ഞ് 79.7 കോടി രൂപയായി. കഴിഞ്ഞ വർഷം ഇതേ പാദത്തിൽ 91 കോടി രൂപയായിരുന്നു കമ്പനിയുടെ പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നത്. വരുമാനം 2.8% കുറഞ്ഞ് 965 കോടി രൂപയുമായി. അടുത്ത മണപ്പുറം ഫിനാൻസ് ആണ്. Q1 അറ്റാദായം 584.5 കോടി രൂപയായിട്ടാണ് ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 138.3 കോടി രൂപ മാത്രമായിരുന്നു. കൂടാതെ NIAയിലും 28.1% വർധനവ് കാണാം. 1723.8 കോടി രൂപയായി. പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തന്നെയാണിത്. മറ്റൊരു കമ്പനി PI ഇൻഡസ്ട്രീസ് ആണ്. Q1 കൺസോളിഡേറ്റഡ് പ്രോഫിറ്റിൽ 39% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 244.2 കോടി രൂപയായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രോഫിറ്റ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 400 കോടി രൂപയായിരുന്നു കമ്പനിയുടെ പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തത്. നെഗറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടായിരുന്നു. അടുത്തത് ടെന്നിക്കോ ക്ലീൻ എയർ ഇന്ത്യ എന്ന കമ്പനിയാണ്. പ്രൊമോട്ടർ എൻറ്റിറ്റിയായ ടെന്നിക്കോ മൗറീഷ്യസ് കമ്പനിയിൽ 8% സ്റ്റേക്ക് ബ്ലോക്ക് ഡീൽ വഴി വിൽക്കാൻ സാധ്യതയുണ്ട് എന്ന വാർത്ത വരുന്നു. അടുത്തതായി ഡോക്ടർ അഗർവാൾസ് ഹെൽത്ത് കെയർ എന്ന കമ്പനിയാണ്. TPG പ്രൈവറ്റ് ഇക്വിറ്റിയുടെ ടെമാസെക് ലിങ്ക്ഡ് എൻറ്റിറ്റിയുടെയും കൈവശമുള്ള 11% സ്റ്റേക്ക് ബ്ലോക്ക് ഡീൽ വഴി വിൽക്കാൻ സാധ്യതയുണ്ട്. അടുത്ത് ലിൻഡെ ഇന്ത്യ എന്ന കമ്പനി. Q1 കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റിൽ 2.4% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 104.6 കോടി രൂപയായിട്ടാണ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് ബാറ്റ ഇന്ത്യയാണ്. Q1 നെറ്റ് പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന 64 കോടി രൂപയാണ്. 23.1% വർധനവ് ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിലുണ്ടായി. റവന്യൂവിൽ 3.9% വർധനവ് 979 കോടി രൂപയായിട്ടുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എബിറ്റഡയിൽ 2.6% വർധനവ് 204 കോടി രൂപ. പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തന്നെയായിരുന്നു. അടുത്ത് RHI മാഗ്നിസ്റ്റ ഇന്ത്യ എന്ന കമ്പനി. Q1 നെറ്റ് പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന 64.6 കോടി രൂപയാണ്. 83.2% വർധനവാണ് നെറ്റ് പ്രോഫിറ്റിൽ മാത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റവന്യൂ 5.6% ഉയർന്ന് 1014 കോടി രൂപയായിട്ട് എത്തിയിട്ടുണ്ട്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള പോസിറ്റീവ് റിസൾട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അടുത്തത് NBCC എന്ന കമ്പനിയാണ്. Q1 നെറ്റ് പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തത് 154.8 കോടി രൂപയാണ്. 17.2% വർധനവ് Q1 നെറ്റ് പ്രോഫിറ്റിലുണ്ടായി. റവന്യൂവിൽ 6% ഇടിവാണ് വന്നിരിക്കുന്നത്. 2259.5 കോടി രൂപയായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റൊരു കമ്പനി BEML ആണ്. HIയിൽ നിന്ന് 184.25 കോടിയുടെ ഒരു പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നതിനാണ് കരാർ. അടുത്തത് ഓട്ടോ സ്റ്റോക്സ് ഫോക്കസിൽ വരാൻ സാധ്യതയുണ്ട്.
അതിൻ്റെ കാരണം ടി വി എസ് മോട്ടോഴ്സ്, ബജാജ് ഓട്ടോ, ഹീറോ മോട്ടോകോപ്പ്, ഓല ഇലക്ട്രിക്, ഏത്തർ എനർജി എന്നിവ ശ്രദ്ധയിൽ വരാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സർക്കാർ 1000 കോടി രൂപയുടെ അധിക ഇൻസെൻറ്റീവ് അനുവദിച്ചു. പദ്ധതി 2028 മാർച്ച് വരെ നീട്ടുകയും ചെയ്തു. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കാം. AMD ഇൻഡസ്ട്രീസ്, അപ്പോളോ ഹോസ്പിറ്റൽസ്, ആസ്ട്രൽ, യുറൈക്ക ഫോബ്സ്, ഗുജറാത്ത് ഫ്ലൂറോ കെമിക്കൽസ്, ഗ്രാസിം ഇൻഡസ്ട്രീസ് തുടങ്ങിയവയാണ്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തിരിക്കുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.